സഭ ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ദർശനത്തിലൂടെ കിട്ടിയെങ്കിലേ ഞാൻ അംഗീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ പിശാചി കയറി വരുന്നുണ്ട്. ദർശനങ്ങളും വെളിപാടുകളും അവിഭാജ്യമായ ഘടകമാണ്. ദർശനങ്ങളും വെളിപാടുകളും എന്ന് പറയുമ്പോൾ ദർശനം എന്ന വാക്കിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അരൂപിയായ ദൈവത്തെ ബാഹ്യമായ സ്വരത്തിലൂടെയും കണ്ണിലൂടെയും ദർശിക്കുന്ന ആ അനുഭവത്തെയാണ് നമ്മൾ പറയുക. അതേസമയം വെളിപാടുകൾ എന്ന് പറയുമ്പോൾ ഇതേ അർത്ഥത്തിലും അത് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിലും വ്യക്തതയ്ക്ക് വേണ്ടി ഇവിടെ പറയുക, ബാഹ്യമായിട്ടുള്ള സ്വരമോ കാഴ്ചയോ ഇല്ലാതെ തന്നെ ബൗദ്ധികമായ ബുദ്ധിപരമായ ഉൾ ദർശനം എന്ന് പറയാൻ സാധിക്കും. ഏറ്റവും ലളിതമായ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ, ചില വൈദ്യന്മാർ ഞരമ്പ് പിടിച്ചു നോക്കിക്കൊണ്ട് ആ വ്യക്തിക്ക് രോഗനിർണയം നടത്തും. അത് വർഷങ്ങളിലൂടെ അനുഭവങ്ങളിലൂടെ വളർത്തിയെടുക്കുന്ന ഉൾ ദർശനമാണ്, ഉൾക്കാഴ്ചയാണ്, അല്ലെങ്കിൽ ബുദ്ധിപരമായ ദർശനമാണ് എന്ന് പറയാൻ സാധിക്കും. ഇത് ആധുനിക ലോകത്ത് പ്രധാനമായിട്ട് നടക്കുന്നത് ഡോക്ടർമാർ രക്തം പരിശോധിക്കുന്നു, മലം പരിശോധിക്കുന്നു, എക്സ്റേ എടുക്കുന്നു, സ്കാനിങ് നടത്തുന്നു. ഈ സ്കാനിങ് റിസൾട്ടും രക്തത്തിൻ്റെയും ഒക്കെ റിസൾട്ട് നമ്മൾ നോക്കിയാൽ ഒരു ചുക്കും മനസ്സിലാവില്ല. പക്ഷേ ഡോക്ടർമാർക്ക് അവർ പഠിച്ചിട്ടുള്ളതിൻ്റെ വെളിച്ചത്തിൽ ബൗദ്ധികമായി രോഗം നിർണ്ണയിക്കാനായിട്ട് സാധിക്കും. ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കിയാൽ അറിയില്ല, അവർക്ക് അത് അറിയാൻ പറ്റുള്ളൂ. അത് ബൗദ്ധികമായ ആ ദർശനമാണ്. രോഗത്തെ അവർ ബാഹ്യമായിട്ട് കാണുന്നില്ല. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് ഈ രണ്ട് യാഥാർത്ഥ്യങ്ങളുണ്ട്. ഈ രണ്ട് യാഥാർത്ഥ്യങ്ങളെയും അതിൻ്റെ പക്വതയിൽ മനസ്സിലാക്കാനും അംഗീകരിക്കാനും തെറ്റുപറ്റാതിരിക്കാനും തയ്യാറാകും. അപ്പോൾ അതിൽ ആദ്യമേ തന്നെ ഭൗതികമായ ദർശനത്തിലേക്ക് നമുക്ക് വരാം. അതായത് അരൂപിയായ ദൈവത്തിന് മനുഷ്യനുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കുന്നത് ദർശനങ്ങളിലൂടെയാണ്, അടയാളങ്ങളിലൂടെയാണ്. അല്ലാതെ ദൈവത്തിന് സാധിക്കുകയില്ല. അതിന് നമ്മൾ വിശുദ്ധഗ്രന്ഥത്തിലേക്ക് കടക്കുമ്പോൾ വിശുദ്ധഗ്രന്ഥം മുഴുവനും, രക്ഷാകര ചരിത്രം മുഴുവനും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ദർശനങ്ങളിലൂടെയാണ്. ഈ വലിയ വിഷയത്തെ ഒന്ന് ചുരുക്കി പറയാൻ ശ്രമിക്കുമ്പോൾ, ദൈവം അബ്രാഹത്തെ വിളിച്ചു. സ്വരത്തിലൂടെയുള്ള ഒരു വിളിയാണത്. ആ സ്വരം കേട്ടു. ദൈവം മോസസിനെ പ്രത്യക്ഷപ്പെട്ടു. കത്തി നിൽക്കുന്ന മുൾപ്പടർപ്പിലൂടെ പ്രത്യക്ഷപ്പെട്ടു. സീനായ് മലയിൽ പ്രത്യക്ഷപ്പെട്ടു. ജനം ഭയപ്പെട്ടു വിറച്ചു. അതെ, അതൊക്കെ ദർശനങ്ങളാണ്. പ്രവാചകന്മാരെ വിളിക്കുന്നു. അപ്പോൾ അരൂപിയായ ദൈവം ബാഹ്യമായ സ്വരത്തിലൂടെയും കാഴ്ചയിലൂടെയും പ്രവർത്തിക്കുകയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും മാലാഖ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അത് ദർശനമാണ്. ഈശോയുടെ തന്നെ ഏറ്റവും മനോഹരമായ ഉദാഹരണങ്ങളിൽ വരുമ്പോൾ, ഗത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ഈശോയ്ക്ക് വലിയ പീഡാനുഭവത്തിന്റെ ദർശനമുണ്ടായി. അതുകൊണ്ടാണ് ഈശോ രക്തം വിയർത്തത്. അപ്പോൾ ആ രക്തം വിയർത്തു എന്ന് പറയുന്നത് ഈശോയ്ക്ക് തൻ്റെ പീഡാനുഭവത്തെ ആന്തരികമായിട്ട് തൻ്റെ മാംസരക്തങ്ങളിൽ അനുഭവിക്കാൻ മാത്രം രൂക്ഷമായിട്ട് അനുഭവപ്പെട്ടു എന്നുള്ളതാണ്. അത് നിഷേധിക്കാനായിട്ട് ഒരിക്കലും പറ്റുകയില്ല. അത് തന്നെയാണ് ചില വിശുദ്ധർക്ക്, പ്രത്യേകമായിട്ട് ഫ്രാൻസിസ് അസീസിക്ക് പഞ്ചക്ഷതം ഉണ്ടായിരുന്നു, പാദ്രെ പിയോയ്ക്ക് പഞ്ചക്ഷതം ഉണ്ടായിരുന്നു, മറിയം തെരേസയ്ക്ക് പഞ്ചക്ഷതം ഉണ്ടായിരുന്നു. അവിടെ എന്താ സംഭവിക്കുന്നത്? ഈശോയുടെ പീഡാനുഭവങ്ങളെ ബാഹ്യമായിട്ട് ദർശിച്ചുകൊണ്ട് ആ പീഡാനുഭവത്തിന്റെ രൂക്ഷതയെ ദൈവം അവരുടെ ശരീരത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്. അതുവഴി അവരിൽ നിന്ന് രക്തം പോകുന്നുണ്ടെങ്കിലും അവർക്ക് ശാരീരികമായി രോഗമുണ്ടാകുന്നില്ല, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. അത് ശാരീരികമായ ദർശനമാണത്.
അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന ഒന്നാണ് കരിസ്മാറ്റിക് ധ്യാനങ്ങളിലൂടെ ലഭിക്കുന്ന ദർശനങ്ങൾ. അത് നിഷേധിക്കാനായിട്ട് നമുക്ക് പറ്റുകയില്ല. ഈ ബാഹ്യമായ ഈ ദർശനത്തിന് ഒരുപക്ഷെ ഏറ്റവും മനോഹരമായ സുദീർഘമായ തെളിവ് ഏതാണെന്ന് ചോദിച്ചാൽ മരിയ വൾദോർത്തയ്ക്ക് നൽകപ്പെട്ട ദർശനമാണ്. പരിശുദ്ധ അമ്മ അന്നായുടെ ഉദരത്തിൽ ജന്മം സ്വീകരിക്കുന്ന സംഭവം തുടങ്ങി പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം വരെയുള്ള കാര്യങ്ങൾ ദൈവമനുഷ്യ സ്നേഹഗീത എന്ന പുസ്തകത്തിൽ മലയാളത്തിൽ 16 വാല്യങ്ങളിലായി എഴുതി വച്ചിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ തെറ്റാണെന്ന് ഇന്ന് ഒരു ബൈബിൾ പണ്ഡിതനും പറഞ്ഞിട്ടില്ല. സഭ തീർച്ചയായിട്ടും അത് ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു വശം. പക്ഷേ ഈ ഭൗതികമായ ദർശനത്തിൻ്റെ ഏറ്റവും നല്ല തെളിവായിട്ട് നമുക്ക് അത് പറയാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമതാണ് ബൗദ്ധികമായ ഭൗതികമായതല്ല, ബുദ്ധിപരമായ ദർശനം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ നമുക്ക് ഇൻഡ്യൂറ്റീവ് ഇന്റലക്ച്വൽ വിഷൻ എന്ന് പറയാനായിട്ട് സാധിക്കും. അതായത് ബാഹ്യമായിട്ട് ഭൗതികമായിട്ടുള്ള സ്വരങ്ങളോ കാഴ്ചകളോ ഒന്നുമില്ല. അതേസമയം ബുദ്ധിപരമായി ദൈവിക രഹസ്യങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാനായിട്ട് സാധിക്കും. അതിൻ്റെ ലളിതമായ ഉദാഹരണമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഡോക്ടർമാർക്ക് രോഗനിർണയം നടത്താൻ സാധിക്കുന്ന ആ ബുദ്ധിപരമായ ആ കഴിവ്. പക്ഷെ നമ്മളിവിടെ സംസാരിക്കുന്നതും പറയുന്നതും ആത്മീയ തലത്തിലാണ്, ദൈവശാസ്ത്ര തലത്തിലാണ്, ദൈവവുമായുള്ള ബന്ധത്തിലാണ്. അപ്പോൾ ദൈവിക രഹസ്യങ്ങൾ, പരിശുദ്ധ തൃത്വത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം, പരിശുദ്ധ കുർബാനയിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം, പരിശുദ്ധ അമ്മ അമലോത്ഭവയാണെന്നും ദൈവമാതാവാണെന്നും സ്വർഗാരോപണം ചെയ്തവളാണെന്നും ഉള്ളതായ വിശ്വാസത്തിൽ ഇതൊന്നും ബാഹ്യമായിട്ടുള്ള എന്തോ ദർശനങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾക്ക് അപ്പുറം കടന്നുകൊണ്ട് ബുദ്ധിപരമായി തന്നെ കാര്യകാരണ സഹിതം ഇത് വിശദീകരിക്കാനായിട്ട് സാധിക്കുക. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം തെളിവും ഏതാണെന്ന് ചോദിച്ചാൽ ഒരു ഉദാഹരണത്തെ ചുരുക്കി പറയുന്നതേ ഉള്ളൂ. വിശുദ്ധ തോമസ് അക്വിനാസാണ്. വിശുദ്ധ തോമസ് അക്വിനാസിന് ബാഹ്യമായ ദർശനങ്ങൾ കിട്ടാതെ തന്നെ സുമ തിയോളജിക്ക എന്ന ഗ്രന്ഥത്തിൽ 61 വാല്യങ്ങളിൽ എല്ലാ ദൈവശാസ്ത്ര വിഷയങ്ങളെയും തത്വശാസ്ത്രപരമായി കാര്യകാരണ സഹിതം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ അത് ബാഹ്യമായ സ്വരമോ ദർശനമോ കിട്ടിയിട്ടല്ല, ബുദ്ധിപരമായ ദർശനമാണ്. ഈ ദർശനം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാകണമെന്ന് ഞാൻ പറയും. ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. കാരണം എന്താ? എല്ലാവരും ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അപ്പോൾ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ ദൈവത്തെ പോലെ ചിന്തിക്കാനുള്ള കഴിവ് അവന് നൽകപ്പെട്ടിട്ടുണ്ട്. ദൈവത്തെ പോലെ ഛായയിലും സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്തെ പോലെ ചിന്തിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും അതോടൊപ്പം ദൈവത്തെ പോലെ സ്നേഹിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ പങ്കുകൊള്ളാനുള്ള കഴിവുണ്ട്. അതൊക്കെ മറ്റു വിഷയങ്ങളാണ്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും പറയുക ദൈവത്തെ പോലെ ചിന്തിക്കാനുള്ള കഴിവ് ഉള്ളതുകൊണ്ട് ദൈവിക രഹസ്യങ്ങളെ ബുദ്ധിപരമായിട്ട് അവന് ലഭിക്കുന്നു. അതും നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. ഇനി ഈ രണ്ട് യാഥാർത്ഥ്യങ്ങളിലും ഇത് ശരിയോ തെറ്റോ എന്ന് നമ്മൾ ശരിയായ രീതിയിൽ വിവരിച്ചറിയണം ചെയ്യണം. ഫിസിക്കൽ മിസ്റ്റിസിസം ആണെങ്കിലും എന്ന് പറഞ്ഞാൽ ഭൗതികമായ ദർശനമാണെങ്കിലും ഇന്റലക്ച്വൽ മിസ്റ്റിസിസം ആണെങ്കിലും അതായത് ബുദ്ധിപരമായ ദർശനമാണെങ്കിലും അത് ശരിയോ തെറ്റോ എന്നുള്ളത് എങ്ങനെ അറിയാനായിട്ട് സാധിക്കും? കാരണം ഈ രണ്ട് മേഖലകളിലും ഇന്ന് തെറ്റുപറ്റുന്നതായ സത്യം നമ്മൾ കാണുന്നുണ്ട്. ദർശനവരങ്ങൾ ഉള്ളവര് ദൈവിക രഹസ്യങ്ങളെ കാണാൻ സാധിക്കുന്നവർക്ക് തെറ്റുപറ്റും. അവർക്ക് പൊതുവായിട്ട് വരുന്ന ഒരു തെറ്റെന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ ഞാനത് വ്യക്തമാക്കട്ടെ. തൊടുപുഴ ഡിവൈൻ മേഴ്സി സെന്ററിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഒരു അത്ഭുതം നടക്കുന്നുണ്ട്. അവിടെ
ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി പരിശുദ്ധാത്മ നൽകിയിട്ടുള്ള സന്ദേശം മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ധാരാളം പേര് അവിടെ പോകുന്നുണ്ട്. 5 രൂപയുള്ളവർ 5 രൂപ, 10 രൂപയുള്ളവർ 10 രൂപ നേർച്ചയിട്ട് അവിടെ വെച്ചിരിക്കുന്ന മെഴുകുതിരി എടുത്ത് കത്തിക്കാനാണ് പറയുന്നത്. ഞാൻ അതിനെക്കുറിച്ച് ഒരു സഹോദരനോട് സംസാരിച്ചപ്പോൾ ആ സഹോദരന് കരിസ്മാരിക ധ്യാനത്തിലൂടെ വളർന്നുള്ളതായ ദർശന വരമുണ്ട്. ഞാൻ അത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ്, പിന്നെ തിരി കത്തിച്ചിട്ടല്ലേ ആത്മാക്കളെ രക്ഷപ്പെടുത്താനായിട്ട് ഞാനൊന്ന് പ്രാർത്ഥിച്ച് നോക്കട്ടെ, മാതാവ് എനിക്ക് വെളിപ്പെടുത്തി തരുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത്രത്തോളം കൊണ്ടാണ്. കാരണം അവിടെയാണ് തെറ്റുപറ്റുന്നത്. ഒരു വ്യക്തിയുടെ പ്രത്യേകമായ സാഹചര്യത്തിൽ ഒരു വ്യക്തിയിലൂടെ ദൈവം പ്രത്യേകമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, സഭയുടെ നന്മയ്ക്ക് വേണ്ടി ആ വ്യക്തിക്ക് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കും. അത് സത്യമാണ്. അത് തെറ്റുപറ്റാതിരിക്കാൻ നോക്കണം. നമ്മൾ അതിലേക്ക് വന്നില്ല. പക്ഷെ അങ്ങനെ ലഭിക്കുന്നത് കൊണ്ട് എനിക്ക് ദർശനമുണ്ടെങ്കിലേ ഞാനത് അംഗീകരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. സഭ ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ദർശനത്തിലൂടെ കിട്ടിയെങ്കിലേ ഞാൻ അംഗീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ പിശാച് കയറി വരുന്നുണ്ട്. അതുകൊണ്ട് പൗലോസ്ലീഹ പറഞ്ഞത് കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ വാക്യത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിശാച് പോലും മാലാഖയുടെ വേഷം കിട്ടും. പൗലോസ്ലീഹയ്ക്ക് ഒത്തിരി ദർശനങ്ങളുണ്ടായിരുന്നു. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിലൂടെ പൗലോസ്ലീഹ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വെളിപാടുകളുടെ ആധിക്യത്താൽ അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടി എനിക്കൊരു മുള്ള് നൽകപ്പെട്ടു. അത് എടുത്തു കളയാനായിട്ട് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു എൻ്റെ കൃപ മതി. അത് മറ്റൊരു വിഷയമാണ്, അങ്ങോട്ട് പോകരുത്. പൗലോസ്ലീഹയ്ക്ക് ധാരാളം ദർശനങ്ങളുണ്ടായിരുന്നു. പക്ഷെ ആ ദർശനങ്ങളിലെ തെറ്റുപറ്റാനുള്ളതായ സാധ്യതയുണ്ട്. അതുകൊണ്ട് പൗലോസ്ലീഹ പ്രകാരം പറഞ്ഞത് പിശാച് പോലും മാലാഖയുടെ വേഷം കെട്ടുന്നു. അങ്ങനെ ദർശനങ്ങളുള്ള ധാരാളം വ്യക്തികൾക്ക് തെറ്റുപറ്റുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പം അതിലെ ഒരു മാനദണ്ഡം പ്രത്യേകമായിട്ട് ഓർക്കുക. സഭ ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കുന്ന കാര്യം, സഭ പറയുന്ന ഒരു നിർദ്ദേശം, അത് സ്വീകരിക്കണോ വേണ്ട എന്നുള്ളത് എനിക്ക് വ്യക്തിപരമായിട്ട് ദൈവം വെളിപ്പെടുത്തി തരുന്ന ദർശനത്തിൻ്റെ ആവശ്യം എനിക്കില്ല. രണ്ടാമതായി, കാര്യകാരണ സഹിതം ചിന്തിക്കുമ്പോൾ അവിടെ വ്യക്തമായ ചേർച്ച വരുന്നില്ല എങ്കിൽ അത് ദൈവത്തിൽ നിന്നുള്ളതല്ല. വൈരുദ്ധ്യമുണ്ടാകുമ്പോൾ, ധാർമ്മികതയുടെ കാര്യത്തിൽ വൈരുദ്ധ്യമുണ്ടാകുമ്പോൾ, അതായത് ഒരു വ്യക്തിയെ കൊല്ലുന്നതോ നശിപ്പിക്കുന്നതോ ബോംബ് വയ്ക്കുന്നതോ ഒക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ശരിയാണ് എന്നുള്ളതായ ചിന്ത വരുമ്പോൾ തീർച്ചയായും അത് ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് ദുഷ്ടാരൂപിയിൽ നിന്നാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, പ്രത്യേകമായി ധാർമ്മികതയുടെ കാര്യത്തിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകാനായിട്ട് പാടില്ല. അത് ഭൗതിക ദർശനമാണെങ്കിലും ബുദ്ധിപരമായ ദർശനങ്ങളാണെങ്കിലും ഒന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ ഭൗതിക ദർശനമുള്ളവർക്ക് അത് ശരിയായിട്ടുള്ളതാണെന്ന് അറിയാനുള്ള മറ്റൊരു മനോഹരമായ തെളിവാണ് അവർ ക്രമാനുഗതമായി വളരെ പ്രധാനപ്പെട്ടതാണ്, ക്രമാനുഗതമായി ബുദ്ധിപരമായ തലത്തിലും ദൈവിക രഹസ്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളത്. ആ ഒരു കഴിവിലേക്ക് ആ വ്യക്തി വളരുന്നില്ല എങ്കിൽ ഭൗതികമായിട്ട് കിട്ടുന്ന, ബാഹ്യമായിട്ട് കിട്ടുന്നതായ ആ ദർശനവും ശരിയായിട്ടുള്ളതായ ദർശനമാണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. മാത്രമല്ല, ഭൗതികമായ ദർശനമുള്ളവർ ബുദ്ധിപരമായ ദർശനങ്ങളുള്ള വ്യക്തികളുടെ ആശയങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാകാതെ വരുമ്പോൾ ഭൗതിക ദർശനമുള്ള വ്യക്തിക്ക് തെറ്റുപറ്റി എന്ന് പറയാൻ സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉദാഹരണങ്ങൾ സഹിതം പറയാൻ സമയമെടുക്കും. ഞാൻ അതുകൊണ്ട് വളരെ ചുരുക്കമായിട്ടാണ് ഇത് പറയുക. അപ്പോൾ അരൂപിയായ ദൈവം തൻ്റെ രക്ഷാകര പദ്ധതിയിൽ ബാഹ്യമായ രീതിയിലുള്ള ദർശനങ്ങൾ നൽകി വ്യക്തികളെ നയിക്കുന്നതോടൊപ്പം തന്നെ ബുദ്ധിപരമായ ദർശനങ്ങളിലൂടെയും പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്.
അത് പൗലോസ്ലീഹായുടെ ഭാഷയിൽ പറഞ്ഞാൽ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 12-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഒന്നാമത്തെ വരം അത് അപ്പസ്തോലിക വരമാണ്. അപ്പസ്തോലിക വരം, അപ്പസ്തോലന്മാരുടെ പിന്തുടർച്ച കൈവെപ്പഴി കിട്ടുന്ന അപ്പസ്തോലിക വരമാണ്. രണ്ടാമത്തത് പ്രവാചക വരമാണ്. അതായത് ദൈവം നൽകാനായിട്ട് ആഗ്രഹിക്കുന്ന ആ സന്ദേശം, അത് ഭാവി പ്രവചനം എന്നുള്ള അർത്ഥത്തിലല്ല, ദൈവത്തിന്റെ സ്വരം, ദൈവം സംസാരിക്കുന്നു എന്നുള്ളത്. മൂന്നാമതായിട്ട് പ്രബോധനവരം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രബോധനവരം ബാഹ്യമായ ഭൗതികമായ ദർശനങ്ങൾ ഉണ്ടെങ്കിലും ബുദ്ധിപരമായ ദർശനമുണ്ടെങ്കിലും അതൊക്കെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കുന്ന പ്രത്യേകമായ വരം, പ്രബോധന വരം എന്നുള്ളത്. അത് കഴിഞ്ഞായിട്ട് രോഗശാന്തി വരം, പ്രസംഗവരം, ഭാഷാവരം, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത്. അവിടെ ആ ഭാഗത്ത് പൗലോസ്ലീഹ ദർശനവരം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല എന്ന് കൂടിയുള്ളത് ഞാൻ എളിമയോടുകൂടി അംഗീകരിക്കട്ടെ. പക്ഷെ അത് അവിടെ ഉൾച്ചേരുന്നുണ്ട്. പക്ഷെ അതിന്റെ ആ ക്രമീകരണം ശ്രദ്ധിക്കുക. അപ്പസ്തോലിക വരം, പ്രവചനവരം, പ്രബോധനവരം, തുടർന്ന് രോഗശാന്തി വരം, ഭാഷാവരം വരുന്നത്. അപ്പോൾ ആ ഒരു ക്രമീകരണത്തിന്റെ സമഗ്രത നമുക്കുണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ അപ്പസ്തോലിക വരം നൽകപ്പെട്ടിട്ടുള്ള വ്യക്തിക്ക് നിർബന്ധമായും പ്രകടമായ രോഗശാന്തി വരവും ഭാഷാവരവും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അവിടെ പരസ്പര പൂരകത്വത്തിലേക്ക് എല്ലാവരും കടന്നു വരാനായിട്ട് തയ്യാറാണ്. അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉള്ളത്, ബാഹ്യമായ തെളിവുകളോടുകൂടി നൽകുന്ന ചില ദൈവിക രഹസ്യങ്ങൾ, ബാഹ്യമായ ശാസ്ത്രീയമായ തെളിവുകളോടുകൂടി നൽകുന്ന ചില യാഥാർത്ഥ്യങ്ങൾ, അത് ബുദ്ധിപരമായ അറിവിന്റെ തലത്തിലും അംഗീകരിക്കാനായിട്ട് സാധിക്കണം. അതിന്റെ ഏറ്റവും വലിയ തെളിവ് ഏതാണെന്ന് ചോദിച്ചാൽ, ഈശോ മിശിഹായുടെ ശരീരം പൊതിഞ്ഞ കച്ച ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ AI, അത് ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ കണ്ടുപിടുത്തം അനുസരിച്ച് പറയുന്നത്, കർത്താവിന്റെ ശരീരം പൊതിഞ്ഞ കച്ചയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI വെച്ച് നോക്കുമ്പോൾ ആ കച്ചയുടെ പുറകിൽ ഈശോയുടെ മുഖം തെളിഞ്ഞു കാണുന്നു എന്ന് ശാസ്ത്രജ്ഞന്മാരാണ് പറയുന്നത്. അത്രയും വ്യക്തമായ ശാസ്ത്രീയമായ തെളിവ് നൽകുമ്പോൾ ബുദ്ധിപരമായി ഏതൊരു വ്യക്തിയും ക്രിസ്തു മാത്രമാണ് ദൈവമെന്നും ആ ദൈവമായ ക്രിസ്തു സഹിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്തുവെന്ന് അംഗീകരിച്ചേ മതിയാവും. അവിടെ ഭൗതിക ദർശനവും ബുദ്ധിപരമായ ദർശനവും തമ്മിൽ ചേർന്ന് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും പലയിടത്തും പരിശുദ്ധ കുർബാനയിൽ രൂപാന്തരപ്പെട്ട അപ്പവും മീഞ്ഞും മാംസരക്തങ്ങളായി മാറിയത് ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. ഈ മാംസകഷ്ണം നമ്മുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷെ ശാസ്ത്രം തെളിയിച്ചിരിക്കുകയാണ് ഇത് യഥാർത്ഥത്തില് അതിക്രൂരമായി പീഡകൾ ഏറ്റെടുത്ത ഒരു ചെറുപ്പക്കാരന്റെ ഹൃദയത്തിന്റെ മാംസമാണെന്നും അത് AB പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പിൽപ്പെട്ടതാണെന്നും ആ മാംസത്തിന്റെ DNA നോക്കുമ്പോൾ അതിൽ പുരുഷന്റെ അംശമില്ലെന്നും അതുകൊണ്ട് പരിശുദ്ധയാമ കന്യകയാണെന്നും ഔസപിതാവ് ബ്രഹ്മചാരിയാണെന്നും വരെ ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ശാസ്ത്രത്തിന്റെ തെളിവിനെ എനിക്ക് ബാഹ്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നില്ല എങ്കിലും ബുദ്ധിയുടെ തലത്തിൽ ശാസ്ത്രം തെളിയിച്ചിട്ടുള്ള കാര്യത്തെ എങ്കിലും എളിമയോടുകൂടി അംഗീകരിക്കാനുള്ളതായ ബുദ്ധിപരമായ തുറവി ഏതൊരു വ്യക്തിക്കും ഉണ്ടായിരിക്കണം എന്ന് ഞാൻ പറയും. അതില്ല എങ്കിൽ അവിടെ ഒരു ദർശനത്തിലും ഒരു ഉൾക്കാഴ്ചയിലും വിശ്വസിക്കാത്ത ഒരു തലത്തിലേക്ക് അധപതിച്ചു പോയി എന്ന് ഞാൻ പറയും. അപ്പോൾ അരൂപിയായ ദൈവം നമ്മളോട് ബന്ധപ്പെടുന്നത്, സംസാരിക്കുന്നത്, വെളിപ്പെടുത്തുന്നത് ഈ രണ്ട് രീതികളിലൂടെയാണെന്നുള്ളത് എല്ലാവർക്കും അംഗീകരിക്കാനായിട്ട് സാധിക്കട്ടെ.
ബാഹ്യമായ ഭൗതികമായ ദർശനങ്ങളൊന്നും മാനസിക വിഭ്രാന്തികളല്ല, ഹളുസിനേഷൻസ് അല്ല. പക്ഷെ അത് തെറ്റുപറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ വിവേചിച്ചറിയണം എന്ന് മാത്രം. അതുപോലെ തന്നെ ബുദ്ധിപരമായ ഉൾദർശനങ്ങൾ ബാഹ്യമായിട്ട് കാണുന്നില്ലെങ്കിലും അതും യാഥാർത്ഥ്യമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഇനി ഏറ്റവും ലളിതമായി വ്യക്തമാക്കിയിട്ട് പറഞ്ഞാൽ, ഫ്രാൻസിസ് അസീസി മാനസാന്തരപ്പെട്ടത് ബുദ്ധിപരമായ ദർശനങ്ങളിലൂടെയല്ല. യുദ്ധത്തിന് പോയപ്പോൾ ക്രൂശിതന്റെ ദർശനമുണ്ടായി, ക്രൂശിതനെ ദർശിച്ചു, സന്ദേശം കിട്ടി, തിരിച്ചു പോവുക, തുടർന്നും സന്ദേശം കിട്ടി, ദേവാലയം പണിയുക, സ്വപ്നങ്ങളിലൂടെ സംസാരിച്ചു. അതേസമയം വിശുദ്ധ തോമസ് അക്വീനാസിന് ഈ ബാഹ്യമായിട്ടുള്ളതൊന്നും കിട്ടിയില്ല. ഇല്ലാതെ തന്നെ ആന്തരികമായ ബുദ്ധിപരമായ ദർശനമായിരുന്നു. പക്ഷേ ഈ വിശുദ്ധ തോമസ് അക്വീനാസിന് പിന്നീട് സ്വർഗത്തിന്റെ ഒരു ദർശനമുണ്ടായപ്പോൾ, ബാഹ്യമായ ഭൗതികമായ ദർശനമുണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എഴുതി വെച്ചതെല്ലാം വെറും കച്ചിത്തുരുമ്പാണ്. കണ്ടോ, ഈ രണ്ട് കാര്യങ്ങളും സഭാ ചരിത്രത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. ഇത് രണ്ടിനെയും പക്വമായിട്ട് അംഗീകരിക്കുന്ന ഒരു തുറവിയാണ് നമുക്ക് വേണ്ടത്. ബാഹ്യമായ ഭൗതികമായ ദർശനമുള്ളവരെ അംഗീകരിക്കുവാൻ ബുദ്ധിപരമായ മാത്രം ദർശനങ്ങളുള്ളവരെ തയ്യാറാകണം. അതുപോലെ ദർശനവരത്തിലൂടെ ബാഹ്യമായ ദർശനങ്ങളും സന്ദേശങ്ങളും ഉള്ളവർ ബുദ്ധിപരമായിട്ട് ദർശനങ്ങളുള്ളവരെ അംഗീകരിക്കാനായിട്ട് തയ്യാറാകണം. ആ പരസ്പര പൂരകത്വത്തിലൂടെ മാത്രമേ തിരുസഭ വളരുകയുള്ളൂ. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയോട് തുറവി കാണിച്ചുകൊണ്ട് ദൈവം നൽകുന്ന ഭൗതികമായ ദർശനത്തെയും ബൗദ്ധികമായ ദർശനത്തെയും അംഗീകരിച്ചുകൊണ്ട് സഹകരിച്ചുകൊണ്ട് മുന്നേറുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. പരമപരിശുദ്ധ തൃത്വകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഓർച്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.